ഓൾ, നമ്മുടെ CUET-യുടെ എക്സാംസ് ഇവിടെ എത്തിയില്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഉള്ള എക്സാംസ് ആണ് നമ്മൾ CUET എന്ന് പറയുന്നത്. CUET-യിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം, എങ്ങനെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാസ്സാവാം എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സിലബസ് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും, അത് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിലെ പാസേജ് എന്ന് പറയുന്നത് ഒരു 300 to 350 വേർഡ്സിൻ്റെ പാസേജസ് ആയിരിക്കും. അത് തന്നെ 3 പാർട്ടായിട്ട് ഡിവൈഡഡ് ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫാക്ച്വൽ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പാസേജ് എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയിരിക്കും. അപ്പോൾ ഫാക്ച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? ഫാക്ട് ബേസ്ഡ് ആണ്. യെസ്, ഫാക്ച്വൽ എന്ന് പറയുമ്പം ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നടക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന വളരെ ഈസി ആയിട്ടുള്ള പാസേജ് ആണ് നമ്മുടെ ഫാക്ച്വൽ പാസേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് നറേറ്റീവ്സ്. നറേറ്റീവ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള പാസേജ് ആയിരിക്കും നറേറ്റീവിൽ വരാറ്. പിന്നെ വരുന്നതാണ് ലിറ്റററി. ലിറ്റററി ഈസ് കൺസിഡർഡ് ആസ് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ ലിറ്റററിയിൽ നമുക്ക് യൂഷ്വലി ഒരു ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഈ 3 പാസേജസിനും 3 ഡിഫറെൻറ്റ് ട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഏതാണ്? റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് പോർഷന് നമ്മൾ പറയും ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ 2 രീതിയിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. ഒന്ന് നമ്മുടെ ബേസിക് ഗ്രാമർ ഫോമിലും, ഒന്ന് നമ്മുടെ അഡ്വാൻസ്ഡ് ഗ്രാമർ ഫോമിലും. ഓക്കെ, അപ്പോൾ ബേസിക് ഗ്രാമർ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് പോലെ നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു ബേസ് ഫോമിൽ പഠിക്കുന്ന ഗ്രാമറാണ്. എന്നാൽ അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിൽ? യെസ്, ആക്റ്റീവ് ടു പാസീവ് വോയിസ് വരും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഐറ്റംസ് ആണ് നമ്മുടെ അഡ്വാൻസ്ഡ് ഗ്രാമറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡിനെ തന്നെ നമുക്ക് കുറച്ച് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ വുഡ് ബി വെർബൽ എബിലിറ്റി. ഈ വെർബൽ എബിലിറ്റിയിലാണ് നമ്മുടെ ആർട്ടിക്കിൾസ്, ടെൻസസ്, മോഡൽസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, എറർ സ്പോട്ടിംഗ്, ക്വസ്റ്റ്യൻ ടാഗ് പോലത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ വെർബൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ഈ ഗ്രാമർ പോർഷൻസ് മുഴുവൻ വരുന്നൊരു പോർഷനാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് റീഅറേഞ്ചിങ് ദ പാർട്സ്. റീഅറേഞ്ചിങ് ദ പാർട്സ് എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ 4 ഓപ്ഷൻസിനെ നമ്മൾ പക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കി എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈസി അല്ലേ? നമ്മൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മൾ അതിനെ പ്രോപ്പറായി അറേഞ്ച് ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കി എടുക്കുമ്പോൾ അതിലെന്ത് വരും? ആ ഒരു റീഅറേഞ്ചിങ് എന്നുള്ള പാർട്സ് വരും. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ വരുന്നത് ചൂസിങ് ദ കറക്റ്റ് വേർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ആൻഡ് അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ ഒരു സെൻറ്റൻസിന് ആ ഒരു സിറ്റുവേഷന് ഏറ്റവും മാച്ച് ആവുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ആ ഒരു ഗിവൻ ഓപ്ഷൻസ് എന്ന് ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ചൂസിങ് ദ കറക്റ്റ് വേർഡ്. അതാണ് ആ ഒരു പോർഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. അപ്പോൾ സിനോണിംസ് ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്തോരം വേർഡ്സ് ഉണ്ട് അല്ലേ? അതിൽ ഏതൊക്കെ സിനോണിംസ് ആൻഡ് ഏതൊക്കെ ആന്റോണിംസ് കവർ ചെയ്യണം അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് വെക്കും. അപ്പോൾ ഏതൊരു വേർഡ് നിങ്ങൾ പഠിക്കുമ്പോഴും ഓക്കെ, ഞാൻ ഇന്നൊരു വേർഡ് പഠിച്ചു, ലെറ്റ് ഇറ്റ് ബി ദ വേർഡ് എ. അപ്പോൾ എക്ക് ഒരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ടാവും. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ എന്ത് കവർ ചെയ്ത് പോവും? അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ, അതിൻ്റെ ആന്റോണിംസ് എന്താണെന്നുള്ളതും ഞാൻ അതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ സിനോണിംസ് ആൻഡ് ആന്റോണിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ഒരു പോർഷനിലുള്ള എല്ലാ സിനോണിംസും ആന്റോണിംസും നമ്മൾ കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ തേർഡ് പോർഷൻ എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഏരിയ. ഈ വൊക്കാബുലറി ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തൊക്കെ? ഇഡിയംസ്. ഓക്കെ, ഇഡിയംസ്, ഫ്രേസസ്,
phrasal verbs, figures of speech, misspelled words. അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി എന്തോരമുണ്ട്, നിങ്ങളുടെ വൊക്കാബുലറി എത്ര എൻറിച്ച്ഡ് ആണ് എന്നറിയാൻ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ പറയാന്നുള്ളത് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ ചില സമയം ചില ക്വസ്റ്റ്യൻസ് 3-4 എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് 5-6 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്ന ഗ്രാമറും നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ആ ഒരു ഏജ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വൊക്കാബുലറി മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻസേ നമുക്ക് ഇംഗ്ലീഷിൽ ആക്ച്വലി പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നല്ല പക്കായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ നിസ്സാരമായിട്ട് നമുക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസുമായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ മീറ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക്സ് എ ലോട്ട്. ബൈ.